Yo, I ain't here for the money, I ain't here for the fame. Though it might be nice to own a jet plane, I'ma do it all for you. കരിമ്പയ്യാണോ അല്ല കരിമ്പയ്യല്ല കരിമ്പയ്യാണോ കരിമ്പയ്യല്ല ഇത് പിടിക്കാം അവരെടുത്തത് എന്താണ് ബ്രോ കരിമ്പയ്യാണോ വെച്ചിട്ട് പോവാണോ? കരിമ്പയ്യ അല്ല എന്നല്ല നീ പറഞ്ഞത്. കരിമ്പയ്യ അല്ലെങ്കിൽ കരിമ്പയ്യ അല്ലേ, പിന്നെ എനിക്ക് നിന്നെ ആവശ്യമില്ല. അതെന്താ അങ്ങനത്തെ വർത്താനോ? കരിമ്പയ്യ അല്ലടാ നീ. അല്ല പിന്നെ എന്തിനു നീ എനിക്ക് നിന്റെ കരിമ്പയ്യാണ് എനിക്ക് അയ്യോ തട്ടല്ലേ വണ്ടി ബ്രോ എടാ കരിമ്പയ്യാണോന്ന് വെച്ചിട്ടാ വിളിച്ചത്. കരിമ്പയ്യല്ലല്ലോ നീ. ബ്രോ ഞാൻ കാട്ടുവാണ് കാട്ടുവാണ് നീ. അടിപൊളി. മനസ്സിലായി. ആരാ കാട്ടു? ബ്രോ കരിമ്പയ്യനെ ഞാൻ ഏൽപ്പിച്ചു പോയാ. മനസ്സിലായി. ഓക്കെ ഓക്കേടാ. കിപ്പ് എവിടെയുള്ളേ? അവരൊക്കെ എന്ത് ചെയ്യാ? ഇപ്പൊ അവിടെ നീ ഡി സി ഒക്കെ വേണം. ഡി സി ആയിട്ട് സംസാരിക്കണം പന്നി. അവന്മാരുണ്ടാ ടി വി ഡ്രസ് ഷോപ്പിന് മുന്നിലേ നീ ഇപ്പൊ ഉള്ളത്? അതിന് ടി വി അല തന്നെ മേലെയാ? നമ്മുടെ കിപ്പുനെ നൈസായിട്ട് പെട്ടെന്നൊരു തൂക്കല്. ആര് ഈനൊന്നില്ല, അത് അവന്റെ എന്താ ചെറിയ ഗണ്ണൊക്കെ എടുത്തുകൊണ്ടോ എത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. ഓ എടാ അവിടെ റഹ്മാന്റെ പേര് ഓർമ്മണ്ടാ? എന്താ സിറ്റുവേഷൻ എടുത്താല് ഇടക്ക് എടാ ടിങ്കു കിപ്പു എന്തൊരു പേര്? മുത്ത നിന്റെ പേര്? എടാ കാട്ടു എടാ കാട്ടു റേഡിയോ കാര്യമില്ല. ഞാൻ റെഡി ആയിട്ടില്ല. ഞാന് അമ്മണ്ടോ, ഞാൻ അമ്മനെ വെയിറ്റ് ചെയ്യായിരുന്നു. ഞാൻ മുതുക്കില് നിന്നെ കണ്ടപ്പാണ്ട് കേറിയതാ. ഹലോ ബ്രോ തരുവോ? എന്താ ലിഫ്റ്റ് തരുവോന്ന്? ലിഫ്റ്റ് തരാം. നിങ്ങളുടെ അടുത്ത് കാറുണ്ടോ? കാറില്ല. കരിക്കോ? കരിക്കോ? കിപ്പു നിന്നെ തൂക്കിയ പേരെങ്ങാൻ അറിയോ? സൗണ്ടോ? നീ എവിടെ? ഞാൻ തായുണ്ട്. നീ എവിടെ? ഹലോ പോയ അവിടെ തന്നെ മരമോളന്ന്. എടാ പന്നി ഡ്രസ് ഷോപ്പിന് മുന്നിൽ തന്നെ ഞാനും ഉണ്ട്. ഇവിടെ മറ്റേ ഇന്നലെ അടുത്ത് കളിച്ച വണ്ടി പുറത്ത. നിന്നെ മുതുക്കില്ല ഇറക്കണ്ട. ഇപ്പൊ ഇറക്കി തരട്ടെ.
ഇറങ്ങുന്നില്ലേ? അല്ല ആ കേൾക്കുന്നുണ്ട്. എല്ലാവരും ഉണ്ട്. പറഞ്ഞ എന്താ പറഞ്ഞ? അല്ല ആരാ വല്ല അറിവുണ്ട്? ഇല്ല, പേര് അറിയില്ല. പേരെന്നാ? പേരെന്താ? ആ നാച്ചിയപ്പ. നാച്ചിപ്പയാണോ കൊണ്ടുപോയത് പിന്നെ? അല്ല, നാച്ചിയപ്പക്ക് ഫോണ് വാങ്ങണോ? ഫോണ് വാങ്ങ. അതെ. ശരി ശരി ശരി. ഇവന്റെ പൈസ പോയിട്ടാ. എന്നാടാ ഇവനാര് തൂക്കിനോലോ? എന്നിട്ടാ ബിജു ഓർമ്മണ്ട? കൊന്നില്ല. അപ്പൊ എന്നെ തൂക്കിയ ആൾ തന്നെ ആയിരിക്കും. ഫുൾ എമൗണ്ട് എടുക്കാൻ പറ്റത്തില്ല. 50 ലാഖല്ലേ എടുക്കാൻ പറ്റും. ചോദിക്കട്ടെ, ഞാൻ ചോദിക്കട്ടെ. ചോദി. തോക്കി ചൂണ്ടിട്ട് റേഡിയോ എടുത്തെന്ന് പറഞ്ഞ് കഴിഞ്ഞാ പിന്നെ റേഡിയോ സംസാരിച്ചൂടാ? എന്റെ ഒരു റേഡിയോ ഒന്നും എടുക്കുന്നില്ല. ഇല്ല അങ്ങനെയല്ല. അതമ്മമാർക്ക് അറിഞ്ഞൂടാച്ചാണ്. എല്ലാവർക്കും റേഡിയോ ഉണ്ട്. ഞാൻ ഞെട്ടു. അമ്മമാർക്ക് അറിഞ്ഞൂടാച്ചാണ്. അല്ലേ? ഒരു ഫോൺ എടുത്ത് റേഡിയോ എടുത്തു. എന്റെ അടുത്ത് ഫോണില്ല. ഒന്നാമത്തെ കാര്യം ഫോണില്ല. എന്താ സീൻ? എന്താ അത് ഒരു 3 മറ്റേ തൂക്കുന്ന ടീമില്ലേ വന്ന്. എന്റെ അടുത്ത് ഫോണില്ലാത്തോണ്ട് ഞാൻ പറഞ്ഞു ഞാൻ വരാം. അപ്പൊ ഞാൻ അതിനകത്ത് കേറി മലേന്റെ മേലെ കൊണ്ടുപോയിട്ട് ഒരു 17,000 റുപ്യ ഇട്ടു. അത്രയ്ക്കും ഗതി കെട്ട്. വരുന്നു മുതുകിലേക്ക് വരുന്നു. വെയിറ്റ് ആൻഡ് സീ. ഇല്ല, പരിപാടി പെട്ടെന്നൊന്നുമില്ല. ഇപ്പം പരിപാടി ഒന്നുമില്ല, വെറുതെ വരാം. ഈ ബേക്കിലിരിക്കുന്ന ആളുടെ പേരെന്താടാ? അല്ല, എന്റെ ഈ മുന്നിലിരിക്കുന്ന ആളുടെ പേരെന്താടാ? ഖാദർ നായർ. എന്തിന്? ഖാദർ നായറാ? അത് 2 പേരാടാ. ഖാദർ എന്ന് പറയുമ്പോ നായർ കാസ്റ്റ് പോണം. എടാ, മൊബൈൽ വാങ്ങിട്ട് പോയാ പോരാ? ഇവന് മൊബൈൽ ഇല്ല. അല്ല, എനിക്ക് ഈ ഖാദർ നായറിനെ ഒന്ന് ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. ഇവനെ മുതുക്കിലെത്തണം തോന്നുന്നു. ഞാനും ഇറങ്ങണം. ബേക്കിലിരിക്കുന്നവന് ഇറങ്ങണം. ഞാൻ ഇവനെ മുതുക്കി കീച്ചോടുത്ത് വരാം. നീ അങ്ങോട്ട് വാ, നമുക്ക് അവിടുന്ന് കാണാം. എവിടെ? എന്നെ മനസ്സിലായില്ല. മനസ്സിലായെന്ന് വെച്ചാല് എടാ കരിമ്പായുടെ ഒപ്പം ഉണ്ടായിരുന്ന മിനിയ. മനസ്സിലായി. ഞാൻ മുതുകിലേക്ക് വരാം. അങ്ങോട്ട് ഒരു ഫോൺ വാങ്ങിട്ടായിരുന്നു. കരിമ്പായ എന്താ പാട്? അവ സെറ്റായ? കരിമ്പായ ഇതുവരെ വന്നിട്ടില്ല. അവൻ അന്ന് സെറ്റായ? കൂടെ നേരം? കൂടെ ഉണ്ടായിരുന്നു. പയ്യനെ ഞാൻ കാണുമ്പോ അപ്പൊ ഒന്ന് ഇറങ്ങിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഞാനേ അമ്മ വരാന്നുണ്ട്. അമ്മ പറഞ്ഞ ഇവിടെ അങ്ങനൊക്കെ എവിടെയുള്ള അമ്മ? സിറ്റിയിലുണ്ടോ? അമ്മ വരും സിറ്റിയിൽ വരും. ഞാൻ ചോദിക്കുന്നത് ഇത് ഗെയിമല്ലേ? വെറുതാണോ? അല്ലല്ല, ഉള്ളിലല്ലേ? സിറ്റിയില് വേറെ ഏതാ അമ്മ? അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മുടെ മാക്കിനോട് വെച്ചാൽ മതി. മാക്കിന്റെ ഒക്കെ അമ്മ. ഓക്കെ ശരി. താങ്ക് യു ബ്രോ. ഓക്കെടാ. ശരി. എടാ നീ റേഡിയോ കയറി കേട്ടാ? റേഡിയോലാ പറഞ്ഞായിരുന്നാ? കരിമ്പൈനെ കാറ്റിയായിരുന്നു. എടാ, നമ്മുടെ റേഡിയോ അല്ല, നിനക്ക് വേറെ റേഡിയോ ഉണ്ടാ? ഞാൻ റേഡിയോ കേട്ടിട്ടില്ല. ഞാന് വേറെ ടീമിലാണ്. എന്നാ കുഴപ്പമില്ല, ആൾക്കാരുണ്ട്, സീനില്ല. ഞാൻ വിളിക്കണ്ട, അവന്മാരില്ലെങ്കിൽ ഞാൻ വിളിക്കണ്ട്. അപ്പൊ പ്രോ എവിടെ ഡ്രാക്കുളല്ലേ? ഡ്രാക്കുൾ. പ്രോയുടെ നമ്പർ തന്നെ കണ്ട് ഞാൻ വിളിക്കണ്ട്. അമ്മ എന്തേടേ? അമ്മനെ വിളിച്ചു നോക്കിയല്ലോ.
അമ്മനെ ഒന്ന് വിളിച്ചോക്കാലോ. ഹലോ ബ്രോ. ഹലോ ബ്രോ. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം ബ്രോ. എന്താണ് ബ്രോയുടെ വിശേഷം? വല്ല എന്തെങ്കിലും ഗ്രൂപ്പ് എന്തെങ്കിലും ഉണ്ടോ? എന്നെയും കൂടി ചേർക്കോ? ഞാൻ തന്നെ ഗ്രൂപ്പില്ലാണ്ട് നിൽക്കണം. നമുക്കൊരു ഗ്രൂപ്പ് ആക്കിയാലോ? നമ്മളിപ്പോ ഒരു ഗ്രൂപ്പിലൊക്കെ നമ്മളെ ആഡ് ആക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഉറപ്പില്ല. വല്ല വല്ലേക്കാണെങ്കിലേ ചലോ എനിക്ക് മിസ്സായി. പിന്നെ ഗാന്ധി മഹാനന്ദിയെ ഹലോ. എടാ ഗാന്ധി, നീ എവിടെ? ഞാൻ കാട്ടു കാട്ടു കാട്ടു. ആ നീയായിരുന്നു. നമ്പർ സേവ് അല്ലടാ. ആ നിന്റെ നമ്പർ എന്നെ കിട്ടുന്നു. നീ എവിടെ? സഹിച്ചത് ഞാൻ ഇവിടെ ഗാങ് ഹൗസില്. ഗാങ് ഹൗസിലാ? നീ ഗാങ്ങിലായ? ഞാൻ ഗാങ്ങിലെ എത്ര ദിവസമായി? കുറെ ദിവസമായി. നീയല്ല പുതിയ നമ്പർ എന്റെ കിട്ടിയില്ല. ആണോ? ഞാനിവിടെ മുതുക്കില്ല, നമ്മുടെ പാറപ്പുറത്തുണ്ട്. ആ ഞാൻ കുറച്ച് മിനിറ്റ് അങ്ങോട്ട് വരും. ഇവിടെ ചെറിയൊരു മീറ്റിംഗ്. ആ ഓക്കെ. ഞാൻ അക്കും വന്നാൽ ഞങ്ങളുടെ പോകണ്ടെന്ന് അറിയില്ല. വന്നായിരുന്നോ? ഇന്ന് വരും. വരണ? ആ വരുമ്പോ ഒന്ന് വിളിക്കൂ. ആ ഓക്കെ, ഞാൻ വിളിക്കാം. പറയല്ലേ? നീ ഉണ്ടാവില്ലേ? സിറ്റി ഉണ്ടാവില്ലേ? ആ ഓക്കെ, ഞാൻ വിളിക്കണ്ട്. ആ ജാക്ക് സ്പാരോ കാര്യം ആരുടെ? റിയാറോ സർവക്ഷ ഷെർലോക്ക് കൊട്ടെ. ഷെർലോക്ക് ഇല്ല. ടാറ്റു ഉള്ളിസുര. ആരുമില്ലല്ലോടെ. ഹലോ. എന്താ ബ്രോ പേര്? എന്റെ പേര് സോനു. ഹലോ. പറഞ്ഞോ പറഞ്ഞോ. സോനു. ഞാൻ കാട്ടു. രണ്ടുപേരുന്നു. കാട്ടു. കാട്ടു. അറിയില്ല ചോടാ നിന്നെ. ഹലോ ഹലോ. എന്താ? കൈ വെക്കടാ. ഞാനാ? നീ എപ്പോ വീട്ടിലേക്ക്? ആ ഇനി ഞാനാ. അതിനെന്താ? അപ്പൊ ഓക്കെ. നീ കൈ എന്താ ഷെർലോക്ക് ഇങ്ങനെ അനുസരിക്കാൻ പഠിക്കും നീ ആദ്യം. ഞാൻ കൈവക്കാൻ പറഞ്ഞു ഇവൻ അപ്പനത്തോട് വിളിക്കും. ആര്? ഇവൻ പിങ്ക് മുടി. അബ്രോടെ പേരെന്താ? എന്റെ പേര് സോനു. അബ്രോടെ പേരെന്താ? ഷെർലോക്ക്. എടാ നിനക്ക് എന്നെ മനസ്സിലായില്ലേ? ഷെർലോക്ക് നമ്മടെ. എടാ നിനക്ക് എന്നെ മനസ്സിലായില്ലേ? എല്ലാരും കൂടി ഒരുമിച്ച് കണ്ടുകൂടാ. അമ്മയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഞാനും അതെ, ഞാൻ വിളിച്ചു നോക്കിയായിരുന്നു. 10:30 വരുമെന്നാ പറഞ്ഞത്. ശരിയായി. എന്താ ഇന്നത്തെ പരിപാടി? ഇന്ന് കസിനോ കിട്ടും. കസിനോക്ക് പോണോ? നീ വരണം. കൂട്ടണോ? വേണ്ടല്ലോ. കൂട്ടണ. ഞാൻ ഇപ്പൊ ഈ നീല കൂട്ടിട്ടോന്നുള്ളൂ. ഇതുകൊണ്ടായിട്ട് ബ്ലാക്ക് ഒക്കെ ആ പോയിട്ടിട്ട് തരണേ. ഓക്കെ. ഷെർലോക്കേടാ നീ ഇരിക്കട്ടെ. ഞാനും കാട്ടും കൂടിയും പോയിട്ട് ഡ്രസ് മാറിട്ടെ. കാട്ടു. ബ്രോ നീ ഡ്രസ് മറ്റേ റേഡിയോ കയറിക്കോ. റേഡിയോ അല്ല. 112 പാസ്വേഡ് ഇല്ല. 112 പാസ്വേഡ് ഇട്ടില്ല. അമ്മ വന്നിട്ടില്ല. കാലാജി അമ്മ പറഞ്ഞു കാലാജിയുടെ അടുത്തൊന്ന് പറയാമോന്ന്. അല്ല അപ്പ അതല്ല ചിലപ്പോ മറന്നു വേണ്ടെങ്കിലോ. പേജ് മറ്റേ കാലാജിയുടെ അടുത്തൊന്ന് പറ.
അമ്മ അങ്ങനെ യുവർ പ്രിഫിക്സ് ഇൻ ഫ്രീക്വൻസി എന്നല്ല, യുവർ നെയിം ഇൻ ഫ്രീക്വൻസി. അവിടെ നിന്റെ പേര് കേൾക്കാൻ വരാണ്. ബ്രോ ഓക്കെയോ? ഹലോ അല്ലടാ, കാട്ടു വേണ്ട. നിന്റെ പ്രീഫിക്സ് ഇല്ലേ, മേളില് പ്രീഫിക്സ് ഫസ്റ്റ് കിടക്കണത് അതടിക്കണ്ട, ബ്ലാങ്ക് ആക്കി ഇട്ടു. അത് ബാക്ക് സ്പേസ് അടിച്ച് ബ്ലാങ്ക് ആക്കി ഇട്ടു. ഇത് വേണ്ട. ഓക്കെ അല്ലേ ബ്രോ? ആരാടാ പോസ്റ്റ് ഉണ്ടത്? ഓക്കെ അമ്മ വന്നു. അമ്മയുടെ നിഴലെങ്കിൽ അമ്മ വന്നേ. ഇവിടെ വെള്ളത്തിൽ പോലെ ഇറങ്ങി ഞാൻ വിളിച്ചിട്ടുണ്ട്. പിന്നല്ല അമ്മ വന്നു, ഞങ്ങളെ കസ്റ്റഡിയിലേക്ക് വന്നോണ്ടിരിക്കും. അമ്മ റേഡിയോ കയറി. ഞാനമ്മേനെ കൊണ്ടാണ് ഞാൻ ഓടിയെത്തി. അമ്മയ്ക്ക് ഒരു മെസ്സേജ് പോലും ഇടേണ്ട ആവശ്യം വന്നില്ല. അമ്മയ്ക്ക് കോള് വന്നു തുടങ്ങി. അമ്മയ്ക്കാണ് ഫോൺ കോൾ തന്നെ. ബ്രോ എനിക്ക് കോള് എന്റെ ഫോൺ ചെക്ക് ആയി നിക്കുന്നത്. കൊടുക്കാൻ പറഞ്ഞപ്പോ അങ്ങനെ ഇറങ്ങി കൊടുത്തു. കണ്ടില്ല. ഇന്നലെ പിണങ്ങിയായിരിക്കോ? ഒരു ഓളമില്ല. അങ്ങനെ വരാൻ വഴിയില്ല. പിണങ്ങൊന്നുമില്ല. വരണ്ടതാണല്ലോ. അപ്പൊ എക്സാം ആയിരിക്കും. ഇപ്പൊ എല്ലാവർക്കും എക്സാം. ഞാൻ പറയട്ടെ, മീറ്റിംഗ് ഇല്ലേ ഇന്ന്? അമ്മക്ക് ഡ്രസ് മാറണോ? അമ്മയുടെ ഡ്രസ് ഇതാണ്. എനിക്കൊരു ഫുഡ് കിട്ടിയോളെ, ഇവിടെ ഇല്ല. ഹലോ. കണ്ട നന്നായി വരട്ടെ മോനെ. അയ്യോ ഇതൊക്കെ ചുമ്മാ ഷോണ്. അത് അമ്മേനെ സോപ്പിട്ടതാണ്. മാനേജർ കം ഹിയർ. ഞാനിപ്പൊ ഇതിട്ടുള്ളേന്ന്. കുഴപ്പമില്ല, പോയി മാറ്റിട്ടൊന്നു. ഇവിടെ ഞങ്ങൾ പൈസ കിട്ടും. പുതിയ ഞാൻ മീറ്റിംഗ് ഉണ്ട്. അമ്മ ഇതാണ് കേസിനോ? ഇല്ല, ഞാൻ അന്ന് നമ്മൾ ഒരുമിച്ചല്ലേ, നമ്മൾ അവിടെ കൊണ്ടാക്കിട്ടല്ലേ മീറ്റിംഗ് കഴിഞ്ഞിട്ട്. ഇല്ല അന്ന് അവരെല്ലാരും കൂടി വന്നു. നമ്മൾ രണ്ടാളും മുറുക്കിയെ പോയില്ലേ? ഒന്നും പറഞ്ഞു വിളിച്ചിട്ടില്ല. ഇന്ന് കിട്ടുവോ? റേഡിയോ സൈലന്റ് ആവും. എനിക്ക് സൈലന്റ് അവിടെ ഇന്ന് കാലാജി വേണ്ടതായിരുന്നു. സത്യം.
ഇന്ന് കാലേജി എന്നോട് പറഞ്ഞത് ഈ കാലേജിയുടെ കുറവൊന്നും ഇവിടെ വരുത്തരുതെന്നാണ് പറഞ്ഞത് അമ്മയ്ക്ക്. അത് എനിക്ക് പറ്റുന്നതിന്റെ പരിധി ഞാൻ ഇവിടെ നോക്കി. അമ്മയ്ക്ക് കുറവൊന്നുമില്ല. ഒരു ഹെലികോപ്റ്റർ കിട്ടിയിരുന്നെങ്കിൽ സിറ്റി മൊത്തം കിടക്കാമായിരുന്നു. ഹെലി നോക്കിട്ടേ ഭയങ്കര റേറ്റ് ആണ്, ഒരു രക്ഷയില്ല. പ്രീമിയം എടുത്താലും ഞാൻ കിട്ടും. അത് ഒരു മാസം. എനിക്ക് ആകെയുള്ള പ്രതീക്ഷ ഏരിയ ഒടിയാനുള്ള ക്ലബിന് പ്രീമിയം എടുക്കുമ്പോ കിട്ടും. ഈ ഹെലിക്ക് എന്ത് റേറ്റ് വരുന്നുണ്ട്? അതന്നെ മന്ത്ലി അല്ലേ? മന്ത്ലി ആ അതാണ്, അതൊന്നും മുതലാവൂല. പക്ഷെ ക്ലബിന് എടുക്കുമ്പോ കിട്ടാണെങ്കിൽ ഓക്കെ. കാരണം നമുക്ക് കസ്റ്റം ഡ്രസ്സൊക്കെ കിട്ടും. കസ്റ്റം ഡ്രസ്, കസ്റ്റം കാറ്, കസ്റ്റം അങ്ങനെ ആരെയും കൊണ്ട് മറ്റേ താക്കോല് കൈമാറ്റം മാറ്റി വെച്ചു. നാളെ 10:30 നാളത്തേക്ക് മാറ്റിച്ചമ്മ മീറ്റിംഗ് ഷെഡ്യൂൾ ആണെന്നോ. അപ്പൊ നമുക്കിത് മീറ്റിംഗ് ഇല്ലേ? ഇല്ല നാളത്തേക്ക് കിട്ടും പറഞ്ഞു. മീറ്റിംഗ് കഴിഞ്ഞോട്ട് കാട്ടു ഇട്ട ഡ്രസ്സൊക്കെ മടക്കി വെച്ചു. നാളെ കാട്ടു പാവോടാ. ഇന്നലെ ഞാൻ എത്ര നേരം കഷ്ടപ്പെട്ടിട്ടറിയാം ആ ഡ്രസ്. ഒരു നമ്പർ കണ്ടുപിടിക്കാൻ എന്തൊരു കഷ്ടപ്പെടുക. സാരല്ല കാട്ടു, നമുക്ക് നാളെ മാറണ്ട. മടക്കി വെച്ചൊല്ലി തേച്ചതൊക്കെ പോവും. അതെ എങ്ങനെ തന്നെ കൊണ്ടുവയ്ക്കാം. ഒരു മടക്കി ഹാങ്കറിൽ ഇട്ടാ മതി, അലമാരിൽ വെച്ചാ ബാഗുണ്ട്. അപ്പൊ അതിനകത്ത് വെച്ചോ. അല്ല നമ്മുടെ കസിനോ ഒന്നും ഫുൾ കണ്ടാലോ? അയ്യോടാ പാവം മാറി പഴയ. അയ്യോ ഞാൻ നിക്കണ മറന്നു. അങ്ങനെ തന്നെ വേണം. റൂമിൽ പോയിട്ടാ മറന്നു. അവൻ അടിയിലിട്ടിട്ടില്ല എന്ന് തോന്നണേ. കണ്ടാ ഞാൻ ബോക്സർ ഇട്ടിട്ടുള്ളൂ. ബോക്സർ കേടി എനിക്കറിയില്ല. ഏടാ കള്ള. എടാ ഇതിന്റെ ആവശ്യമില്ല. കിച്ചു ചെയ്യുന്നു കണ്ടില്ലേ? ആൾക്കാർ പാർക്കിങ്ങിനായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. റെസ്പോണ്ട് ചെയ്യണം. എന്താ കേട്ടില്ല? അമ്മ വിളിക്കണം. ഹലോ നീ കസിനോ? ഹലോ പറഞ്ഞോ. വന്നേ ഇങ്ങോട്ട് കസിനോ ഇല്ലേ? അങ്ങോട്ട് വാ. അവനെപ്പോ കേറി കിച്ചന്ന് പിണക്കത്തിലാണോ? പിണക്കത്തിൽ ഇന്നലെ ഒന്ന് ഡോസ് കൊടുത്തു. ഇന്നലെ കൊടുത്ത ഡോസ് പോയിട്ടില്ല. ഇന്നലെ ചെറിയൊരു ഡോസ് കൊടുപ്പാ. അവനല്ലേ വടി എടുത്ത് അടിക്കാനൊക്കെ പറ്റുള്ളൂ. അവനല്ലേ കുഞ്ഞായിട്ടുള്ളൂ. ഇവന്മാരെയൊക്കെ തല്ലേ ഇവന്മാര് ഓടൂലേ? വണ്ടി കയറി പറക്കുന്നു. അതെ, ആ പാവം കിച്ചു അവിടെ നിന്ന് കൊണ്ടോളൂല. ഓടിച്ചിട്ടല്ല അടിക്കാന്ന്. അതെ ആ ഒരു കനവുണ്ട് ഒച്ചയില്. സങ്കടവും വിഷമവും എല്ലാം. അതെ സങ്കടം. അത് എന്നിട്ട് നമ്മളിപ്പോ എങ്ങനെ പോണ്? കാസിനോ ഉള്ളിൽ കയറി കാണാ? നമ്മള് ചില്ലിയാട് പോന്നാ. കാട്ടു കണ്ടിട്ടില്ല? ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് ഉള്ളിൽ കയറ്റുമല്ലോ കിച്ചു വരുമ്പോഴത്തേക്കും. ജസ്റ്റ് ഒന്ന് പോയിട്ട്. അല്ല കസിനോയില് കയറിയ ഒരു കാര്യമുണ്ട്, നമുക്ക് റൂട്ട് അറിയണം. ആരെങ്കിലും അറിയാവുന്നവര് വേണം, ഇല്ലെങ്കിൽ കയറിയ പുറത്തിറങ്ങാൻ പറ്റൂല. ആണോ? ആരും അറിയണില്ല. ഓ നമുക്കറിയാം. അതാരാ ഈ കിച്ചുവിന് ഡെയിലി ഇതുള്ള പണി? വേസ്റ്റർമാരെ നടക്കുന്ന പണി. നമ്മുടെ പൊന്നേ, ഇന്നലെ വെള്ളമുടി, ഇന്ന് വേറെ കളർ. അമ്മോട് പിണക്കാണോ പൊന്നെ? അല്ല അങ്ങനെ പറ. എന്നിട്ട് റേഡിയോയില് അങ്ങനെ അല്ലല്ലോ തോന്നിയത് അല്ലേ? ഞാൻ വരാം.
വരാം. കോലുമിഠായി അമ്മ പോകുമ്പോ കോലുമിഠായി വാങ്ങിച്ചു തരാത്ത ചില്ലിയാടന്ന് പിണക്കം മാറാൻ ഐസ്ക്രീം മേടിച്ചരാ. പിന്നെ എന്തെന്ന വേണ്ടേ? കാറ് വാങ്ങിച്ചു തന്നാതെയാ. എടാ ഇന്നലെ എന്തെന്നാടാ പുള്ളിക്കാരൻ പറഞ്ഞേ? മുതലാളി ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. അല്ലടാ മുതലാളി നിന്നോട് വല്ലതും പറഞ്ഞാ? നമ്മളെ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. എന്നോടൊന്നും പറഞ്ഞില്ല. ഞാൻ ആളോടൊന്നും പറഞ്ഞില്ല. അമ്മ ഒരു മിനിറ്റ്. അതെ. ഇവിടെ നനങ്ങാൻ നേരം ഉണ്ടാവൂല. അതുവരെ നീ നിന്ന് തുറക്കോ. ഞാൻ പുതിയ പൂച്ചേനെ വാങ്ങി. എന്റെ അമ്മേ. എടാ നിന്റെ ചന്തി കടിച്ചില്ലൂടാ. ഇല്ല അത് എന്നോട് തന്നെ ഇണക്കളതാ. അവന് ഇട്ടേക്കണത് എവിടെ നോക്കി? അവന്റെ ചന്തി പൂച്ച ഇറക്കണ അവന്റെ അങ്ങോട്ട് വേഷം മാറണേ. ഇങ്ങോട്ട് തിരിഞ്ഞ അത് നല്ല കോസ്റ്റ്യൂം നല്ല കിട്ടണം നമുക്ക്. അതല്ല ഇന്നലെ വെള്ളമുടി ഇന്ന് വേറെ കളർ. അതെന്തിരി? അത് കളർ ചെയ്തതാ. പുതിയൊരു ലുക്ക് തോന്നുന്നുണ്ടെല്ലാവർക്കും. എടാ ഏതേലും ഒന്ന് കീപ്പേടാ. ഇപ്പൊ നിന്നെ ആളെ കണ്ടാ മനസ്സിലാവും. ഒരു ഐഡന്റിറ്റി ഇല്ലാണ്ടാവൂലേ നിന്റെ മേത്ത്? എന്തെങ്കിലും ഒരു ഐഡന്റിറ്റിക്ക് അമ്മ ഞാൻ കാര്യം പറയട്ടമ്മ. എല്ലാരും കാണുമ്പോ വെള്ളമുടി കണ്ടിട്ട് വയസ്സനായോ ചോദിക്കണേ. അങ്ങനെ ഈ മുടി സ്ഥിരമായിട്ട് എടുത്ത് അതിനെന്നാണ് ഇട്ടിട്ടേക്കണേ. എന്റെ കാലത്തിന്റെ ഒരേ മുടി. അങ്ങനെ